ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതവും വളരെ വിലപ്പെട്ടതുമായിരിക്കുന്ന ഒരു പ്രഭാതം കൂടെ നമുക്ക് കാണുവാനും സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഇന്നൊരു പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആയതിനാൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഇന്നത്തെ മന്നായുടെ ഹെഡിങ് ഇരട്ട പൗരത്വം എന്നുള്ളതാണ്. അതിനാധാരമാക്കി ഒരു തിരുവചനം ഞാൻ ഇവിടെ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22:21 വാക്യം. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. വളരെ ചിന്തിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു തിരുവചനമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സഹായിച്ചത്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോഴൊക്കെ യേശുവിനെ പരീക്ഷിക്കുവാനും പരീക്ഷിക്കപ്പെടുത്തുവാനും ഒക്കെ അനേകർ വന്നു. യേശുവിനെ പരീക്ഷിച്ച് സാത്താൻ വന്നു. അതുപോലെ യേശുവിൻ്റെ അടുത്ത് പരീക്ഷകനായിട്ടും ചില വാക്കുകളിൽ കൂടെ യേശുവിനെ തകർത്ത് കളയുവാനായിട്ട് ചില പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ എഴുന്നേറ്റു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ യേശു പറയുന്നത്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഈ പരീക്ഷന്മാരോട് യേശു പറഞ്ഞൊരു കാര്യമാണ്. യേശു കപടഭക്തിക്കാരെ എന്ന് വിളിച്ച് സംബോധന ചെയ്തിട്ട് അവരോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില അധികാര പരിധിക്കുള്ളിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, ചില പ്രമാണങ്ങളുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ നല്ല മനോഹരമാകുന്ന വീടുകളൊക്കെ വെക്കുമ്പോൾ ആ വീട് പണിയണമെങ്കിൽ ചില നിയമങ്ങൾ നമുക്കുണ്ട്. വീട് പണിയും തുടങ്ങുമ്പോഴും വീട് പൂർത്തീകരിക്കുമ്പോഴും ഒക്കെ അതിന് കരം കെട്ടണം, ടാക്സ് കൊടുക്കണം. നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്. അതിന് മറ്റ് പല പല കാര്യാദികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 പത്രോസ് 2:13 പറഞ്ഞിരിക്കുന്നത്, സകല മനുഷ്യ നിയമത്തിനും കർത്താവ് നിമിത്തം കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ ലോകത്തിൽ പാർക്കുമ്പോൾ ഇവിടെയുള്ള അധികാരികൾക്കും നിയമങ്ങൾക്കും നാം കീഴടങ്ങിയിരിക്കണമെന്നാണ് കർത്താവ് പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഇങ്ങനെ പറഞ്ഞത്, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. അപ്പോൾ നമ്മൾ നിയമപ്രകാരമുള്ള കാര്യാദികളൊക്കെ മുടങ്ങാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും. അല്ലെങ്കിൽ ഫയനുണ്ടാകും, അല്ലെങ്കിൽ നോട്ടീസ് വരും, അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന നടപടി നിയമങ്ങൾ നമ്മുടെ മേൽ വരും. അപ്പൊ അതൊക്കെ ഭയന്നുകൊണ്ട് നാം പലപ്പോഴും അങ്ങനെയുള്ള കാര്യാദികളൊക്കെ നല്ല രീതിയിലും ക്രമത്തിലും നമ്മൾ ചെയ്യും. എന്നാൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ അങ്ങനെ കൊടുക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 2:13 പറയുന്നത്, സകല മനുഷ്യ നിയമത്തിനും കർത്താവ് നിമിത്തം കീഴടങ്ങിയിരിപ്പീൻ. സ്തോത്രം. അപ്പോൾ പലപ്പോഴും തോൽപ്പിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തെയാണ്. പല മനുഷ്യരും, പല ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം അധികാരികളെ തോൽപ്പിക്കത്തില്ല. നാം അടയ്ക്കേണ്ടതായിരിക്കുന്ന നികുതികള്, ടാക്സുകള്, ഇൻഷുറുകള്, അങ്ങനെയുള്ളതായിരിക്കുന്നതായ എല്ലാ കാര്യാദികളും നാം അതിൻ്റെതായിരിക്കുന്ന വർഷം നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. നമുക്കറിയാം, ഒരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണ് ദൈവത്തിന് സ്തോത്രം ആ മാസം അത് അടയ്ക്കേണ്ട അതേ ഡേറ്റുകളിൽ നമ്മൾ അടയ്ക്കും. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? നാം ഒരു വാഹനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുത്ത് ഒരു ഭവനം പണിയുകയോ ഇതൊക്കെ ചെയ്യുമ്പോൾ സമയത്തിന് പണം അവിടെ എത്തിയില്ല എങ്കിൽ, അധികാരിയുടെ കയ്യിൽ എത്തിയില്ല എങ്കിൽ, നമ്മുടെ വണ്ടിയാണെങ്കിൽ സീസ് ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ വീടാണെങ്കിൽ അത് ദൈവത്തിന് സ്തോത്രം ജപ്തി ചെയ്യും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാൻ
നമ്മൾ ഏത് വിധേനയും പണം സമ്പാദിച്ച് പണം കണ്ടെത്തി അത് നമ്മൾ ചെയ്യുന്നു. എന്തുകൊണ്ട് പലപ്പോഴും ദൈവത്തെ നാം തോൽപ്പിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. മലാക്കി പ്രവചനം 38-ാം അധ്യായത്തിന് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നു, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. എങ്ങനെ തോൽപ്പിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ ഇത് മറന്നു പോകുന്ന ഒരു അനുഭവമാണ്. പലപ്പോഴും നമ്മൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാഹചര്യം ഒക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ വലിയ ചെലവ് മുഖാന്തരം നമ്മുടേതായിരിക്കുന്ന കുടുംബത്തിന്റെ പ്രാരാബ്ധ നിമിത്തം ഏറിയ ചെലവുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തിനുള്ളത് നമ്മൾ പലപ്പോഴും മാറ്റിവെക്കത്തില്ല. പിന്നെയോ കൈസർക്കുള്ളത് നാം പലപ്പോഴും മാറ്റിവെക്കാറുണ്ട്. എവിടെ അനുഗ്രഹമെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് കൊടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. അബ്രഹാം 10-1 ദൈവത്തിന് കൊടുത്തു. അബ്രഹാമിനെയും അവന്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിച്ച്, അങ്ങനെ അനവധി ദൈവദാസന്മാർ, ദൈവഭക്തന്മാർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവം എന്ത് നമ്മളോട് നിന്ന് ആവശ്യപ്പെടുന്നുവോ, എന്ത് ദൈവം നമ്മോട് ചോദിക്കുന്നുവോ അത് നാം കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പരീശന്മാർ പലപ്പോഴും കർത്താവിന്റെ അടുക്കൽ അവിടെ ചെന്ന് ഇത് പറയുമ്പോൾ അവരെ നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാപട്യക്കാരാണ്. നമുക്കൊരു പക്ഷേ ആരാധന കാണും, പ്രാർത്ഥന കാണും, ഉപവാസം കാണും, മറ്റുള്ള എല്ലാ കാര്യാദികളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ആ മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ദശാംശം, വഴിപാട്, ഇതൊന്നും പലപ്പോഴും നാം കൊടുക്കാറില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ നേരിടുന്നു. റോമാലേഖനം 13:7 പറയുന്നു, എല്ലാവർക്കും, കടമുള്ളവർക്കും കൊടുപ്പീൻ, നികുതി കൊടുക്കേണ്ടവർക്ക് കൊടുപ്പീൻ, ചുങ്കം കൊടുക്കേണ്ടവർക്ക് കൊടുപ്പീൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മൾ മറ്റുള്ള കാര്യാദികൾ നമ്മൾ എല്ലാ രീതിയിലും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അവരെ നോക്കി കാപട്യക്കാരെന്ന് പറയുമ്പോഴും അതെന്താണെന്നറിയാമോ അങ്ങനെ പറയുവാനുള്ള കാര്യം? അവര് ഭൂമിയിൽ അവരുടേതായിരിക്കുന്ന നിയമ പരിപാടികളൊക്കെ നല്ല രീതിയിൽ ക്രമീകരിക്കുമ്പോൾ ദൈവത്തെ മറന്നുള്ളതായിരിക്കുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് കാപട്യക്കാരെന്ന് അവരെ പരീശന്മാരെ വിളിക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇരട്ട പൗരത്വം എന്ന് പറയുന്നത്, ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മളൊരു ഇന്ത്യൻ പൗരനാണെങ്കിലും ദൈവത്തിന് സ്തോത്രം, നമുക്കൊരു പൗരത്വം ഉണ്ട്. അത് എവിടെയാണ്? സ്വർഗത്തിലാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസൊക്കെ റോമ പൗരത്വം സ്വീകരിച്ചു, റോമ പടയാളികളായി, റോമ ഗവൺമെന്റിന്റെ അധികാരികളായി ഒക്കെ ജീവിച്ചു, അവിടെ നിയമത്തിന് ഒത്തുതുങ്ങി നിന്നു. പക്ഷെ ഒരു കാലത്ത് ദൈവത്തിന്റെ പൗരത്വം അദ്ദേഹം സ്വീകരിക്കുവാനിടയായി തീർന്നു. ഈ ലോകത്തിൽ കാണുന്നതൊന്നും ഒരു പൗരത്വമല്ല ദൈവമക്കളെ. യഥാർത്ഥത്തിൽ ഒരു ദൈവിക പൗരത്വം, സ്വർഗീയ പൗരത്വം നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നുണ്ട്. നാം ഈ ഭൂമിയിലെ പൗരത്വമുള്ളതല്ല, നമ്മൾ ഉയരത്തിലെ പൗരത്വമുള്ളവരാണ്. ആയതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നതായ ദൈവമക്കൾ ഒന്ന് മനസ്സിലാക്കുക, ദൈവത്തെ മാനിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ പാർക്കുമ്പോൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യാദികളും നിങ്ങൾ ചെയ്തു, എന്നാൽ അതിനുപരിയായി ദൈവത്തിന് മാറ്റിവെക്കേണ്ടത് നാം മാറ്റിവെച്ചാൽ സ്വർഗീയ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിനക്ക് സ്വർഗത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഓരോന്നിനും ഓരോ ദൈവത്തിന് സ്തോത്രം ഉയർച്ചയുണ്ട്. അത് മാത്രമല്ല, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടാകും, നിന്റെ പേര് ദൈവത്തിന്റെ സ്തോത്രം ഉയരത്തിലുണ്ടാകും. നിനക്കൊരു പൗരത്വം സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ നാളുകളിൽ ഒരുങ്ങാം. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളോട് പറയുവാനുള്ളത്, പ്രിയമക്കളെ, നമുക്ക് ഉയരത്തിലെ പൗരത്വം തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കൊടുക്കുവാനുള്ളതൊക്കെയും കൊടുത്ത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട്, ഉയരത്തിലും നന്മകളും പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനം കേട്ട ഏവരും ഇന്ന് പകലൊരു തീരുമാനമെടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനം ഇപ്രകാരമാണ്, ദൈവത്തിനുള്ളത് നാം ദൈവത്തിന് കൊടുക്കണം. ആദ്യമുണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ ദൈവവചനത്തിന്റെ കീഴടങ്ങി ഇരുന്നുകൊണ്ട് ആത്മീകമായ നന്മകൾ പ്രാപിച്ചുകൊണ്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ നാളുകളിൽ കർത്താവേ, കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും
സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രഭാതത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.